ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? ഇന്ന് ചിങ്ങം ഒന്നാണ്. എല്ലാ മലയാളികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ കേട്ടോ. ഞാനിന്ന് എടുത്തേക്കുന്നത് ഡെക്കാണ്. അപ്പോൾ ഈ ഒരു ചിങ്ങമാസം നിങ്ങളുടെ എങ്ങനെ പോകുന്നതെന്ന് നോക്കിയാലോ? നമുക്ക് ടാരോ കാർഡിനോട് ചോദിച്ചു നോക്കാം. ഞാൻ 4 കാർഡ് എടുക്കാം. ഫോർ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക് ആൻഡ് ഫോർത്ത് വീക്ക്. അപ്പോൾ എല്ലാവരും മൈൻഡ് കാമൻ ക്വയറ്റാക്കി വെക്കുക, സ്റ്റേബിളാക്കി വെക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പോസിറ്റീവായിട്ട് ഇരിക്കുക, ടേക്ക് എ ഡീപ് ബ്രെത്ത്, മൈൻഡിനെ ഫോക്കസ് ചെയ്യുക, റിലാക്സ് ആക്കി വെക്കുക. നമുക്ക് ടാരോ കാർഡിനോട് ചോദിച്ചു നോക്കാം. നമുക്ക് ഷഫിൾ ചെയ്യാം. ഇത് ആദ്യത്തെ ആഴ്ച, ഇത് രണ്ടാമത്തെ ആഴ്ച, ഇത് മൂന്നാമത്തെ ആഴ്ച, ഇത് 4ാമത്തെ ആഴ്ച. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാർഡ് വന്നത് ടെമ്പറൻസ് കാർഡാണല്ലേ. ടെമ്പറൻസ് കാർഡ് എന്ന് പറയുന്നത് ബാലൻസിങ് ആയ ഒരു എനർജിയിലേക്കൂടെ ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് വീക്ക് പോകുകയെന്നാണ് ടാരോ പറയുന്നത്. ഈ ലേഡിയുടെ കാല് ശ്രദ്ധിക്കുക, ഇതൊരു ഏഞ്ചലാണ്. ഈ ലേഡിയുടെ ഒരു കാല് വെള്ളത്തിലും ഒരു കാല് കരയിലുമാണ്. അനുകൂലമായ സാഹചര്യമാണ് ഇത്. മിറ്റിക് ടാരോയിലൊക്കെ ഇതിലൊരു റെയിൻബോ കാണാൻ പറ്റും. അപ്പോൾ റെയിൻബോ എന്ന് പറയുന്നത് ഒരു അനുകൂലമായ ഒരു സാഹചര്യമാണ്. എങ്കിലും ക്ഷമയോടെ കാര്യങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും എന്നാണ് ടാരോ പറയണത്. ഇത് നോക്കുക, ഒരു കപ്പിൽ നിന്ന് വെള്ളം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ശ്രദ്ധാപൂർവം ബാലൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ലൈഫിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ അല്ലെങ്കിൽ കരിയറിൽ ഫിനാൻഷ്യലി ഒക്കെ ഒന്ന് നിങ്ങൾ സ്റ്റേബിൾ ആവേണ്ടി വരും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ചെറിയ പ്രശ്നങ്ങളും വെല്ലുവിളികളും ദുർഘടങ്ങളും എല്ലാം ഉണ്ടായാലും നിങ്ങൾ അതിനെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും ഫസ്റ്റ് വീക്ക് എന്നാണ് ഇവിടെ ടാരോ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയേക്കുന്നത് ഒരു ടെമ്പറൻസ് കാർഡാണ്. സെക്കൻഡ് കിട്ടിയേക്കുന്നത് ഒരു ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് ഡെത്ത് കാർഡിന് വരിക. അപ്പോൾ സെക്കൻഡ് വീക്കിൽ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും, സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും. ചില സത്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും, ചില സത്യങ്ങളെ നിങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ആ ഒരു എനർജി കൂടിയായിരിക്കും നിങ്ങളൊരു സെക്കൻഡ് വീക്ക് പോവുക. തേർഡ് വീക്ക് പോകുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആയിരിക്കും. അപ്പോൾ കുറച്ച് നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചാലും എവിടേക്കൊക്കെയോ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വെല്ലുവിളികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കഠിനമായ പരിശ്രമം ചെയ്തിട്ടും ചിലപ്പോഴൊക്കെ നിങ്ങൾ കരിയറിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാണ്ട് പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത്ര ഫലം നിങ്ങളുടെ ബോസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു അനുകൂലമായ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു സമീപനമോ എല്ലാം നിങ്ങളുടെ സബോർഡിനേറ്റ്സിൽ നിന്നായാലും നിങ്ങളുടെ എന്താ പറയണേ ഹയർ നിൽക്കുന്ന ഹയർ മീൻസ് നിങ്ങളുടെക്കാളും ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന് നിങ്ങൾക്കൊരു എന്താ പറയണേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരണ ഒരു എനർജിയില്ലേ, അതിൽ കൂടി ആയിരിക്കും നിങ്ങളുടെ തേർഡ് വീക്ക് പോവുക. ഫോർത്ത് വീക്കിൽ ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് സ്വാർഡാണ്. ഇത് നോക്കാം. 5 ഓഫ് സ്വാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഒരു ഒളിച്ചോടി പോകുന്ന ഒരു എനർജി എന്ന് പറയാം. ഒളിച്ചോടി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, സമാനമായൊരു സാഹചര്യം. ഇത് നോക്കാം, ഇവിടെ ഒരു വ്യക്തി ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടി പോവുകയാണ്. കാരണം ഒന്നും പറയാനില്ല, ആരുടെ അടുത്തൊന്നും പറയാനില്ല, ആരുടെ അടുത്ത് ഒരു ആർഗ്യുമെൻറ്റിനും ഇല്ല, ആരുടെ അടുത്ത് തല്ലുപിടുത്തത്തിനോ അല്ലെങ്കിൽ ഒരു വഴക്കിനോ ഒന്നും നിൽക്കാതെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോകുന്ന ഒരു എനർജി. ആ ഒരു എനർജിയാണ് 5 ഓഫ് സ്വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്ക് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസിങ് ആയ അല്ലെങ്കിൽ ഒന്നിലും ഇടപെടാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ എന്തൊരു ദുർഘടമായ സാഹചര്യത്തിലും പെടാൻ ആഗ്രഹിക്കാത്ത, ആരുടെ അടുത്തും വഴക്കിടാനോ തല്ലുകൂടാനോ ഒരു ആർഗ്യുമെൻറ്റിനോ ഒന്നും ഇഷ്ടപ്പെടാനാവാത്ത ഒരു വ്യക്തിയായിട്ട്, അതായത് തിരിഞ്ഞു നടക്കാമെന്ന് പറയുന്നത് 2 കൈയും കൊട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക അല്ലേ. അപ്പോൾ നിങ്ങൾ അതിലൊന്നും നിൽക്കാതെ ആരുടെ അടുത്തും ഒരു വഴക്കിനൊന്നും നിൽക്കാതെ തിരിഞ്ഞു പോകുന്ന ഒരു എനർജി ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ
നിങ്ങളുടെ മേലെ ചെറിയ ചെറിയ അലിഗേഷൻസ് വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആൾക്കാർ വെറുതെ മെക്കിട്ട് കയറാമെന്നൊക്കെ പറയില്ലേ, അതുണ്ടാവുക. ചിലപ്പോൾ കുടുംബത്തിൽ നിന്നായിരിക്കാം, കൊളീഗ്സിൽ നിന്നായിരിക്കാം, ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം, ആരുടെ അടുത്തൊന്നും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു സബോർഡിനേറ്റ്സിൽ നിന്നായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു എനർജി കൂടിയായിരിക്കും. അതായത് സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും ലാസ്റ്റ് വീക്ക് നിങ്ങളുടെ ഒരു എനർജി ഉണ്ടാവുക. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധപൂർവം ആ സിറ്റുവേഷനിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി തിരിഞ്ഞു നടക്കുക. ആരുടെ അടുത്തും ആർഗ്യുമെൻറ്റിനോ വഴക്കിനോ ഒന്നും നിൽക്കാതെ നമ്മളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് തിരിഞ്ഞ് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും ഒരു ഒളിച്ചോടി പോവുക എന്ന് പറയില്ല. ഒളിച്ചോടി പോവുകയല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു ഒളിച്ചോട്ടമായി തോന്നിയേക്കാം. പക്ഷേ അതിലൊന്നും നിൽക്കാതെ മാറിപ്പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് ടാരോ പറയുന്നത്. നോക്കാം, 5 ഓഫ് സോഡാണ്. അപ്പോൾ ഫസ്റ്റ് വീക്ക് നിങ്ങളുടെ ടെമ്പറൻസ് ആയിരിക്കും, ബാലൻസ് ചെയ്യേണ്ടി വരും എല്ലാത്തിനെയും. സെക്കൻഡ് വീക്ക് ഒരു ഡെത്ത് ആയിരിക്കും, ഒരു പുതിയൊരു സത്യം ബോധ്യപ്പെടുക അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക. ആ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ സെക്കൻഡ് വീക്ക് പോവുക. തേർഡ് വീക്കിൽ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ കുറച്ച് കഠിന പരിശ്രമം ചെയ്യേണ്ടി വന്നാൽ കൂടി അതിനനുസരിച്ചിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ കൊളീഗ്സിൻ്റെ അടുത്തു നിന്നായാലും നിങ്ങളുടെ ബോസിൻ്റെ അടുത്തു നിന്നൊക്കെ ആയാലും നിങ്ങൾക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ വീട്ടിൽ നിന്നായാലും നിങ്ങൾ എത്രയൊക്കെ വർക്ക് ചെയ്തിട്ടും നിങ്ങൾ എത്രയൊക്കെ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും ഒരു അംഗീകാരം കിട്ടാത്ത ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ തേർഡ് എനർജി ഉണ്ടാകുക. ഫോർത്ത് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അലിഗേഷൻസ്, അങ്ങനത്തെ കുറച്ച് നമ്മുടെ കാര്യത്തിനനുസരിച്ച് അനുകൂലമല്ലാത്തൊരു സാഹചര്യങ്ങളിൽ പെട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ ഫോർത്ത് വീക്ക് പോവുക എന്നാണ് ടാരോ പറയണത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഈ ചിങ്ങമാസത്തിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ടാരോയ്ക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവ് കാര്യങ്ങളിൽ മാത്രം നിങ്ങളുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്യുക. അത് തന്നെയുള്ളൂ നമുക്ക് എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും, നമുക്ക് എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി, എപ്പോഴും നമുക്ക് ഒളിച്ചോടി പോകാൻ പറ്റില്ല അല്ലേ. കണ്ടത് കഴിയുന്നതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് ഇഗ്നോർ ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ പ്രതികരിക്കേണ്ടിടത്ത് നമ്മൾ പ്രതികരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.